എസ് കെനോട് ഭരണവിരുദ്ധ വികാരം എങ്ങനെയാണ് പറയാൻ പറ്റുക? നമ്മൾ എക്സിറ്റ് പോൾ പറയുന്നത് പോലെ ഭരണം മാറുകയാണെങ്കിൽ എസ് കെൻ ഒരു ഭരണം ആൾക്കാർ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ആ ഭരണത്തോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അല്ലേ? അല്ലാതെ ഇഷ്ടമുള്ള ഭയങ്കര സ്നേഹമുള്ള പ്രണയമുള്ള സർക്കാരിനെ മാറ്റേണ്ട കാര്യമില്ലോ. ഇൻകുംബൻ സർക്കാരിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അതിനെ മാറ്റുന്നത്. അതിനെ ഇനി ഭരണവിരുദ്ധ വികാരമെന്നോ അല്ലെങ്കിൽ 10 വർഷമായ സർക്കാരിനുള്ള മടുപ്പോ എന്ന് എന്ത് പറഞ്ഞാലും അതിന് കാരണം എന്താണ്? അതിന് കാരണം ആ സർക്കാരിന് ഇഷ്ടമില്ല. അത് ഒറ്റ വാക്കേ ഉള്ളൂ, ഭരണവിരുദ്ധ വികാരം. എസ് കെ രണ്ടാമത്തെ കാര്യം, നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ 2 സീറ്റ് മാത്രം നേടി അധികാരത്തിൽ വന്ന കാര്യം പറഞ്ഞു. എസ് കെ അതിൽ ഒരു മണ്ഡല പുനർനിർണ്ണയം എന്നൊരു പ്രോസസ് ഉണ്ടായി. ആ മണ്ഡല പുനർനിർണ്ണയം എന്ന പ്രോസസ് കഴിയുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങി 56 മുതൽ 60 സീറ്റ് വരെ ഇനി എവിടെ മാരകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാലും LDF ജയിച്ചു കയറാൻ കഴിയുന്ന രീതിയിൽ ചെത്തി മിനുക്കി വെട്ടി അലുവ പോലെ വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൊടുത്തേക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല, ചെത്തി മിനുക്കി വെട്ടി വെച്ചേക്കാം. എന്റെ അടൂരാണ്. അടൂര് അവിടെ തിരുവഞ്ചൂർ സാർ എന്റെ മണ്ഡലം അടൂരാണ്. നാട് പന്ത്രണ്ട് എന്റെ മണ്ഡലം അടൂര. അവിടെ തിരുവഞ്ചൂർ 17,000 വോട്ട് ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒക്കെ മാറ്റി നിർത്തിയാലും ഒരു 5,000-7,000 വോട്ട് ഡിഫറൻസ് LDF തമ്മിലുണ്ട്. അവിടെ കൃത്യമായി UDF 2 പഞ്ചായത്തിൽ എടുത്തു മാറ്റുകയും കൃത്യമായി പന്തളം തെക്കേക്കര അടക്കം 2 പഞ്ചായത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ എമ്പാടും പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ കൃത്യമായി ഡെമോഗ്രഫിയിൽ വ്യക്തമായ പൊളിറ്റിക്കൽ മേധാവിത്വം LDFനുണ്ട്. അത് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ 2 സീറ്റിലടക്കം പ്രകടമായതുമാണ്. അതിനെ മറികടന്ന് എസ് കെ അതിനെ മറികടന്ന് ഈ പറയുന്ന ഏറ്റവും അധികം കേഡർഷിപ്പോടുകൂടി താഴെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തെ മറികടന്ന് മാത്രം ഇത്രയധികം പരസ്യങ്ങൾ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് സർക്കാർ എന്ന് പറയുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ അതിനെ മറികടന്ന് UDF അധികാരത്തിലേക്ക് എത്തിയാൽ അതിനെ പിന്നെ വിളിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്നത് ഭരണാധികാര വികാരം എന്നാണോ? ഈ ഹാഷ്മി പറഞ്ഞതിൽ ഈ മണ്ഡല പുനർനിർണ്ണയമാണല്ലോ 2011 അതിന് ആ തെരഞ്ഞെടുപ്പ് നടന്നത് പുതിയ മണ്ഡല പുനർനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ UPA സർക്കാരിന്റെ കാലമാണ്. ആ സർക്കാരിന്റെ കാലത്ത് അല്ലെങ്കിൽ സർക്കാരിന്റെ സ്വാധീനമില്ല എന്നൊക്കെ നമുക്ക് പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ. ഏതായാലും അക്കാലത്ത് ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് ഓരോ ചില ആൾക്കാരെ നേതാക്കളെ നിയോഗിച്ചിരുന്നു. ഈ കമ്മീഷന് മുന്നിൽ പോയി വാദഗതികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു CPIM-ന്റെ ആ നേതാക്കൾ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പോയി അവരുടെ വാദം അവതരിപ്പിച്ച് ആ മണ്ഡലത്തിന്റെ ഘടന ഇങ്ങനെയായിരിക്കണം, ആ മണ്ഡലത്തെ ഇന്ന പ്രദേശങ്ങൾ ചേർത്ത് വയ്ക്കണം എന്നൊക്കെയുള്ള നിലയിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഡെമോഗ്രഫിയും അത്തരം കാര്യങ്ങളൊക്കെയുള്ള ആ പാർട്ടിയുടെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. കോൺഗ്രസും വിട്ടിരുന്നു ഒരു സമിതിയെ. പക്ഷേ ആ നേതാക്കൾ പലരും ഇതിന്റെ ഈ സമിതിക്ക് മുന്നിൽ പോയിട്ടില്ല എന്നുള്ളത് ഘടന വന്നപ്പോഴാണ്. നന്ദി പറയേണ്ടത് സാക്ഷാൽ പാലോളിയോടും കോടിയേരിയോടും. അവർ കൃത്യമായ ഹോംവർക്ക് നടത്തി അവിടെ പോയി ഏത് രീതിയിൽ CPM അനുകൂലമായി മണ്ഡലം വെട്ടാമോ ആ രീതിയിലൊക്കെ കൃത്യമായി നടത്തി. ഇവിടെ കോൺഗ്രസ് വിട്ടാരെന്നറിയോ? PP ജോർജിനെയും PV ഗംഗാധരനെയായിരുന്നു അന്ന്. എന്ന് പറഞ്ഞാൽ MP ഗംഗാധരനായിരുന്നു അന്ന്. പ്രശ്നം എന്ന് അറിയാം, അവർ കരുണാകരന്റെ കൂടെ നിൽക്കുകയും അതിനകത്ത് പ്രശ്നം ഉണ്ടാവുകയും അത് കഴിയുമ്പോഴേക്കും DAC ഉണ്ടാക്കി കൂടെ പോയിരുന്നവരാണ്. അവരവിടെ പോയി ഉറങ്ങി. അപ്പോൾ അതാണെങ്കിൽ അത് കോൺഗ്രസ് പഠിക്കുകയില്ല ചെയ്യട്ടെ. പക്ഷേ എന്തായാലും മണ്ഡല പുനർനിർണ്ണയം കേരളത്തിന്റെ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ CPM ഉണ്ടാക്കി കൊടുത്ത കടുത്ത ഡെമോഗ്രാഫിക് അടിത്തറ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായി വ്യക്തമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.